ആരാണ് EV വണ്ടികൾ പർച്ചേസ് ചെയ്യേണ്ടത്? നല്ല ഉപയോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം EV വെഹിക്കിൾസ് എടുത്തിട്ട് കാര്യമുള്ളൂ. നമ്മൾ കുറച്ച് ഓട്ടങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ആ ഒരു ലാഭം കണക്കാക്കിയിട്ട് EV എടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടമാണ്. ഞാൻ 2.5 വർഷം കൊണ്ട് 1,30,000 കിലോമീറ്റർ ഓടിച്ചു. ഈ വണ്ടി കേരളത്തിലെ എല്ലാ ജില്ലകളും പോയിട്ടുണ്ട്. അതേപോലെ ഞാൻ ഗോവ, മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, ബാംഗ്ലൂർ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നമുക്ക് ആകെയുള്ളൊരു ടെൻഷൻ യാത്ര ചെയ്യുമ്പോൾ പ്രോപ്പർ സ്ഥലങ്ങളിൽ ചാർജേഴ്സ് ഒന്ന് നമ്മൾ പ്ലാൻ ചെയ്യണം. BYD 500 പറഞ്ഞ ഈ E6 എന്ന് പറഞ്ഞ വാഹനത്തിൽ 500 കിലോമീറ്റർ തന്നെ എനിക്ക് ആദ്യം കിട്ടിയിരുന്നു. ചൈനീസ് ടയേഴ്സ് ഇടുമ്പോൾ കറക്റ്റ് എനിക്ക് 500 കിട്ടും വൃത്തിയായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഇപ്പോൾ ഇത് 4ാമത്തെ സെറ്റ് ടയേഴ്സാണ്. ആദ്യത്തെ 2 സെറ്റ് ഞാൻ ചൈനീസ് ടയേഴ്സാണ് ഇട്ടത്. അത് വണ്ടിയുടെ കൂടെ കിട്ടിയ ടയർ ഒരു 30,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മാറ്റി 2ാമത്തെ സെറ്റും ചൈനീസ് ടയർ ഇട്ടു. അതിലും എനിക്ക് കറക്റ്റ് 500 കിട്ടിയിരുന്നു. അതും ഞാനൊരു 30,000 കഴിഞ്ഞപ്പോൾ മാറ്റി. 3ാമത്തെ സെറ്റ് ഞാൻ മിഷ്ലിൻ്റെയാണ് ഇട്ടത്. അത് ഇട്ടപ്പോഴേ എനിക്കൊരു 60 കിലോമീറ്റേഴ്സ് ഡ്രോപ്പ് വന്നു. അതായത് ഒരു 400 സംതിങ് ഒക്കെയാണ് മിഷ്ലിനിൽ കിട്ടിയിരുന്നത്. അത് ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 1,25,000 വരെ ഞാനത് ഓടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4ാമത്തെ സെറ്റ് ബ്രിഡ്സ്റ്റോണിൻ്റെയാണ് ഇട്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ അറൗണ്ട് ഒരു 40 കിലോമീറ്റേഴ്സൊക്കെ ഡ്രോപ്പ് ഉണ്ട്. എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ടയറിൽ. നല്ല ബോഡി വെയ്റ്റും യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ് ഈ വെഹിക്കിളിൽ. ഇതങ്ങനെ ഒരുപാട് ഓവർ പവേർഡും ഒന്നും അല്ല. ഇതിന്റെ ടോപ്പ് സ്പീഡ് ഒരു 140 കിലോമീറ്റേഴ്സ് വരെയൊക്കെ പോവുള്ളൂ. ബാക്ക് സീറ്റ്സ് ഒക്കെ നല്ല ലാവിഷാണ്. ഫ്രണ്ട് സീറ്റ് ഫുൾ ഇറക്കിയിട്ടിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഒരു കാല് കയറ്റി വെച്ചിരിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. നല്ല സുഖമാണ് പുറകിൽ ഇരുന്നിട്ട് ഈ വെഹിക്കിളിൽ യാത്ര ചെയ്യാനായിട്ട്.